ഗംഭീരമായ സദസ്സിലെ അധ്യക്ഷൻ രാജേഷ് സർ, നമ്മുടെ പ്രിയങ്കരിയായ ഉദ്ഘാടക പുഷ്പജ മാഡം, സ്വാഗത ഭാഷണം നടത്തിയ പ്രശാന്ത് സർ, മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട പ്രാസംഗികരെ, ഇപ്പം നമ്മൾ എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നല്ലൊരു പ്രാസംഗിക അല്ലെങ്കിൽ പ്രാസംഗകൻ ആവാൻ വേണ്ടി തന്നെയാണ്. ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ സ്പീക്ക് ആൻഡ് ഷൈൻ എന്നൊരു ക്ലബിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ഒരു പ്രാസംഗികൻ്റെ പ്രാധാന്യം നമുക്കറിയാം. സമൂഹത്തെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ സംസാരിച്ച് സമൂഹത്തെ തന്നെ മാറ്റുവാൻ നല്ലൊരു പ്രഭാഷകന് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് സമൂഹത്തിൽ നല്ല വിലയും സ്ഥാനവും ലഭിക്കുക തന്നെ ചെയ്യും. അപ്പം ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഈ സ്പീക്ക് ആൻഡ് ഷൈൻ എന്നൊരു ഒരു പ്ലാറ്റ്ഫോം നമ്മെ അതിന് സഹായിക്കുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഇത് തിളക്കത്തിൻ്റെ എൻ്റെ രണ്ടാമത്തെ ഒരു പങ്കെടുക്കലാണ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ വളരെ ഭയത്തോടു കൂടിയാണ് വന്നത്. പക്ഷെ ആ ഒരു തിളക്കം പരിപാടി ഞാൻ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന്. ആളുകൾ നമ്മെ ശ്രവിക്കണം. നമുക്ക് നല്ലവണ്ണം ചിരിച്ച് ആളുകളെ പ്രചോദിപ്പിക്കാൻ പറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. പക്ഷെ അത് നമുക്ക് സാധിക്കുക നിരന്തരമായ പരിശ്രമവും പരിശീലനവും കൊണ്ട് മാത്രമാണ്. അങ്ങനെ പരിശീലനം നേടി നിരന്തരമായ പരിശ്രമിച്ചവരാണ് ഇന്നിവിടെ ഈ ഒരു വേദിയിലിരിക്കുന്നവർ. ഞാൻ ലീഡേഴ്സ് ക്ലബ് എന്നൊരു ക്ലബിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിരന്തരമായ പരിശീലനം ഞാൻ നടത്താത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഉൾഭയം മാറാതെ നിൽക്കുന്നത്. അപ്പം നമുക്ക് നല്ല രീതിയിൽ ആളുകളെ പ്രചോദിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഉൾഭയത്തെ മാറ്റണം. പുഷ്പജ മേഡം പറഞ്ഞതുപോലെ നമുക്ക് പേടിയുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴും പരിശീലനം, വായന ഇതിന് അത്യാവശ്യം തന്നെയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഒഴുക്കോടുകൂടി നമുക്ക് സംസാരിക്കാൻ പറ്റൂ. അപ്പം എല്ലാവരും നല്ലൊരു പ്രാസംഗികൻ ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു.